ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കംസൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ദേവകിയും വസുദേവരും സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദേവകി ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകുകയും ചെയ്തു. ദേവകി ആദ്യമായി പ്രസവിച്ച കീർത്തിമാൻ എന്ന പുത്രനെ വസുദേവർ കംസനെ സമർപ്പിച്ചു. വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ എട്ടാമത്തെ പുത്രനാണല്ലോ തൻ്റെ അന്തകനെന്നും അതിനാൽ ഈ ശിശുവിനെ എന്തിനെ വധിക്കണമെന്നും വിചാരിച്ച് അതിനെ വസുദേവർക്ക് തിരിച്ചു കൊടുത്തു. വസുദേവർ അത്യധിക സന്തോഷത്തോടെ ശിശുവിനെയും കൊണ്ട് ദേവകി സമീപത്തെത്തി. ദേവകിക്കും അതിരറ്റ സന്തോഷമായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ നാരദ മഹർഷി കംസനെ സന്ദർശിക്കുകയുണ്ടായി. കംസനിൽ നിന്ന് എല്ലാ സംഭവങ്ങളും കേട്ടറിഞ്ഞ നാരദൻ യാദവന്മാരും ഗോപന്മാരും പ്രായേണ ദേവാംശ സംഭവന്മാരും കംസാദികൾ അസുരാംശ സംഭവരും ആണെന്നും മായാവിയായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം കംസനെയും മറ്റും വധിക്കുവാനായി ജനിക്കാൻ പോകുന്നുവെന്നും മറ്റും കംസനെ ധരിപ്പിച്ചു. അത് കേട്ട കംസനെ യാദവരിലുള്ള ഭയാശങ്കയും വൈരവും വർദ്ധിച്ചു. കൂടാതെ വസുദേവർക്ക് പിന്നീട് പിറന്ന എല്ലാ സന്താനങ്ങളെയും മഹാവിഷ്ണു ആയിരിക്കുമോ എന്ന ശങ്കയാൽ പാറമേലടിച്ച് കൊന്നുകളയുകയും ചെയ്തു. ബലരാമനും ശ്രീകൃഷ്ണനും മുൻപ് ദേവകിക്ക് 6 സന്താനങ്ങളുണ്ടായി. ഈ 6 പുത്രന്മാരെയും കംസൻ പാറമേലടിച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. ഈ 6 പുത്രന്മാർക്കും പൂർവജന്മ കഥയുണ്ട്. അത് കേട്ടാലോ? ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് മരീചി. മരീചിക്ക് പൂർണ്ണ എന്ന പത്നിയിൽ ജനിച്ച ശക്തിമാന്മാരായ 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ ഒരിക്കൽ ബ്രഹ്മാവിനെ പരിഹസിക്കാൻ ഇടയായി. അവരുടെ പരിഹാസ വചനങ്ങൾ കേട്ട് കോപിഷ്ഠനായ ബ്രഹ്മാവ് അവരുടെ 6 പുത്രന്മാരെയും ശപിച്ചു. അവർ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാൻ ഇടവരട്ടെ എന്നതായിരുന്നു ആ ശാപം. അങ്ങനെ ബ്രഹ്മശാപം ഏറ്റ 6 പേരും ഹിരണ്യകശിപുവിൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷൻ്റെ മകനായ കാലനേമിയുടെ പുത്രന്മാരായി ജനിച്ചു. കാലനേമിയുടെ മക്കൾ 6 പേരും കടുത്ത ബ്രഹ്മാവിൻ്റെ ഭക്തരും തികഞ്ഞ ജ്ഞാനികളുമായിരുന്നു. ധർമ്മിഷ്ഠരും സൽഗുണസമ്പന്നരുമായ അവരുടെ സൽപ്രവൃത്തികളിൽ സംപ്രീതനായ ബ്രഹ്മാവ് ഇഷ്ടമുള്ള ഏതു വരവും ആവശ്യപ്പെടുവാൻ പറഞ്ഞു. തങ്ങൾ ആരാലും വധിക്കപ്പെടരുത് എന്ന ഒരു വരം അവർ നേടുകയും ചെയ്തു. ഹിരണ്യാക്ഷൻ്റെ പൗത്രന്മാരുടെ ബ്രഹ്മഭക്തിയിൽ കുപിതനായ ഹിരണ്യകശിപു 6 പേരെയും ശപിച്ചു. നിങ്ങൾ 6 പേരും പാതാളത്തിൽ വർഷങ്ങളോളം നിദ്രയിൽ ആണ്ടുകിടക്കാൻ ഇടവരട്ടെ എന്നതായിരുന്നു ആ ശാപം. ശാപമേറ്റ അവർ ഹിരണ്യകശിപുവിനോട് ശാപമോക്ഷത്തിനെ അപേക്ഷിക്കുകയും ദയ തോന്നിയ ഹിരണ്യകശിപു ശാപമോക്ഷത്തിനുള്ള മാർഗം ഉപദേശിക്കുകയും ചെയ്തു. നിങ്ങൾ 6 പേരും വർഷങ്ങൾ നീണ്ട ഗാഠനിദ്രയ്ക്ക് ശേഷം വസുദേവരുടെയും ദേവകിയുടെയും പുത്രന്മാരായി ജനിക്കും. ജനിച്ച ഉടനെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ പിതാവായ കാലനേമിയുടെ പുനർജന്മമായ കംസൻ നിങ്ങൾ 6 പേരെയും നിലത്തടിച്ച് വധിക്കുമെന്നും അങ്ങനെ ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ ദേവകിയുടെയും വസുദേവരുടെയും പുത്രന്മാരായി ജനിക്കുകയും കംസനാൽ വധിക്കപ്പെട്ട് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.